ദക്ഷിണേന്ത്യയിലെ തന്നെ അത്ഭുതവും ചരിത്ര നിർമ്മിതിയുമായ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ ഈ വ്ളോഗിൽ വന്നിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ഒരുപാട് നല്ല കാഴ്ചകളും പരിമിതമായ കുറച്ച് ചരിത്രങ്ങളായിരിക്കും ഇന്ന് ഈ വ്ളോഗിൽ ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിരാവിലെ എഴുന്നേറ്റ് ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഈ ക്ഷേത്രത്തിനെ കാണാൻ എത്രമാത്രം ഗംഭീരമായിരിക്കുന്നു. കൂടാതെ സൂര്യാസ്തമയത്തിന് ശേഷം ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ വേറിട്ടൊരു കാഴ്ചകൾ എന്താണ് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഒരു ഭീമമായ കോട്ടമതിലിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു കയറുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ഒന്നാം ഗോപുരം രണ്ടാം ഗോപുരം ഒരേ ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നത്. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് തന്നെ ഇതുപോലെ കോലം വരയ്ക്കുന്ന ഒരുപാട് നല്ല കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ട് കവാടങ്ങളും കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച നടന്നത് ഈ രൂപത്തിലായിരിക്കും. ഇനി അകത്തു നിന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കടന്നു വന്ന രണ്ട് ഗോപുരങ്ങളും തലയെടുപ്പോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നന്ദി മണ്ഡപം. ബൃഹദേശ്വര പ്രധാന ക്ഷേത്രത്തിന്റെ അഭിമുഖമായിട്ടാണ് ഈ നന്ദി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. 12 അടി ഉയരവും 20 അടി നീളവുമുള്ളതിന് 25 ടൺ ഭാരമാണുള്ളത്. ഇന്ത്യയിലുള്ള ഒറ്റക്കല്ല് നന്ദി വിഗ്രഹങ്ങളിൽ ഏറ്റവും വലിയത് എന്നുള്ള ഗണത്തിലാണ് ഈ പ്രതിമയുടെ സ്ഥാനം നിൽക്കുന്നത്. 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ചോളശില്പികൾ കരിമ്പാറയിൽ കൊത്തിയെടുത്തതാണിത്. പ്രധാന ക്ഷേത്രത്തിന് പോകുന്നതിന് മുമ്പ് നന്ദിയെ ഒന്ന് വണങ്ങണം എന്നും കൂടി ഉണ്ട് ഇവിടെ. നന്ദി മണ്ഡപത്തിന്റെ മുമ്പിലായിട്ട് തന്നെ ഇവിടുത്തെ കൊടിമരം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഗോപുരത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു ചുറ്റുമതിൽ പ്രധാന ക്ഷേത്രത്തിന്റെ വിശാലമായ മുറ്റത്തെയും മണ്ഡപങ്ങളെയും നന്ദി പ്രതിമയും പിന്നെ ബൃഹദേശ്വര ക്ഷേത്രത്തെയും ചുറ്റി മറ്റൊരു ഭാഗത്തുകൂടെ ഗോപുരത്തിൽ വന്നു ചേരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം വെറും ഒരു മതിൽ മാത്രമല്ല, 100 കണക്കിന് കാൽത്തൂണുകളോട് കൂടിയ ഒരു നടപ്പന്തൽ കൂടിയാണ്. ഒരുപാട് മണ്ഡപങ്ങൾ ഈ മുറ്റത്ത് നമുക്ക് കാണാൻ പറ്റും. ഉത്സവകാലത്ത് കച്ചേരികളും മറ്റുമൊക്കെ അരങ്ങേറുന്ന സ്ഥലം കൂടിയാണ് അതൊക്കെ. അങ്ങനെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചു നേരം നടക്കാൻ ഞാൻ തീരുമാനിച്ചു. പണ്ട് ക്ഷേത്ര സന്ദർശനത്തിന് വരുന്നവർക്കായുള്ള വിശ്രമസ്ഥാനം എന്ന നിലയിലും കൂടിയാണ് ചുറ്റമ്പലം അതിവിപുലമായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചത്. ആയിരം വർഷം പഴക്കമുള്ള ഇതുപോലത്തെ ഭാഷകളൊക്കെ ഇവിടുത്തെ കല്ലുകളിൽ എഴുതി വെച്ചുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ ചുറ്റമ്പലത്തിനകത്ത് ധാരാളം ശിവലിംഗങ്ങൾ നമുക്ക് കാണാം. ഏകദേശം 108 ശിവലിംഗങ്ങളാണ് ഇവിടെ പല വലുപ്പത്തിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തഞ്ചാവൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം മറാത്ത സാമ്രാജ്യത്തിന്റെ കീഴിലായപ്പോൾ മറാത്ത ഭരണാധികാരി ശരഭൂജിയാണ് ഇതിൽ 108 ശിവലിംഗങ്ങളും പ്രതിഷ്ഠിച്ചത്. രാജരാജ ചോളന്റെ സൈന്യാധിപനായിരുന്ന കൃഷ്ണരാമന്റെ നേതൃത്വത്തിൽ ഈ ചുറ്റമ്പലം നിർമ്മിച്ചു എന്നാണ് ചരിത്രം. ആ സമയത്ത് നർത്തകിമാരുടെ വിശ്രമ കേന്ദ്രം കൂടിയായിരുന്നു ഈ ചുറ്റമ്പലം. ഇനി ഈ ചുറ്റമ്പലത്തിൻ്റെ അകത്ത് നിന്ന് നമ്മളുടെ ആ ഒരു പ്രധാന കോവിലിലേക്കുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു ഗംഭീര കാഴ്ച തന്നെയാണ്. ആ കാണുന്ന വലിയ ഗോപുരത്തിൻ്റെ ചുവട്ടിലാണ് ഇവിടുത്തെ ശ്രീകോവിൽ. 66 മീറ്റർ ഉയരമാണ് ഈ ക്ഷേത്ര ഗോപുരത്തിന്. ഏകദേശം 19 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഉയരം. ഏറ്റവും മുകളിൽ ശിഖരം എന്ന് വിളിക്കുന്ന താഴികക്കുടം. ഒരു വലിയ ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണത്. 80 ടൺ ഭാരമാണ് ആ ഒരു കല്ലിന്. ഈ ക്ഷേത്രം ലോകത്തിന് മുമ്പ് വയ്ക്കുന്ന അത്ഭുതമാണ്. ക്ഷേത്ര ഗോപുരത്തിൽ 60 മീറ്ററിലേറെ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ ഒരു ഏക കല്ല്. പണ്ട് ആനകളും മനുഷ്യന്മാരും ഒരുപോലെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്ര ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് തുടങ്ങി 4 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണ് കൊണ്ട് ഒരു ചെരിവ് തലം നിർമ്മിക്കുകയായിരുന്നു ആദ്യ പരിപാടി. ആ ചെരിവിലൂടെ ആനകളെ കൊണ്ട് കല്ല് വലിപ്പിച്ച് മുകളിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് ചെരിവ് തലത്തിലെ മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തു. ലോകത്ത് എവിടെയും ഇങ്ങനൊരു നിർമ്മിതിയില്ല. AD 985 തുടങ്ങി AD 1010 ഇത് പൂർത്തിയായത്. ശ്രീ രാജരാജ ചോളൻ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം ഇന്ന് ഏറ്റവും പ്രശസ്തമാകുന്നത് അധികകാലം നിലനിന്ന ചോള നിർമ്മിതി എന്ന നിലയിലാണ്. ലോക പൈതൃക സ്ഥാപന പട്ടികയിൽ യുനെസ്കോ ക്ഷേത്രത്തെ ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ്. ചോള സാമ്രാജ്യത്തിൻ്റെ സുവർണ ദിനങ്ങളിൽ ഖജനാവിൽ നിന്നും പണം വാരിക്കോരി ചെലവാക്കിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. രാജരാജേശ്വര ക്ഷേത്രം എന്നായിരുന്നു ഇതിൻ്റെ ആദ്യ പേര്. 17 മുതൽ 19 വരെ നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന മറാഠ ഭരണകാലത്താണ് ബൃഹദേശ്വര ക്ഷേത്രം എന്ന പേര് മാറ്റിയത്. ഇവിടെ ഇതുപോലെ മറ്റൊരുപാട് ഉപക്ഷേത്രങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ചോള സാമ്രാജ്യത്തിൻ്റെ സുവർണകാലത്ത് ഭക്തരും ഗായകരും ഒക്കെ നടന്നിരുന്ന വഴികളാണിതൊക്കെ. ആ കാലത്ത് തഞ്ചാവൂർ സൗത്ത് ഇന്ത്യയിലെ തന്നെ നൃത്ത സംഗീതാദി കലകളുടെ കേന്ദ്ര സ്ഥാനമായിരുന്നു. അങ്ങനെ ഈ ചുറ്റമ്പലം മുഴുവൻ നടന്ന് നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമ്മൾ യാത്ര തുടങ്ങി വെച്ച് ആ രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ച് നമ്മൾ എത്തും.
അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് വെളുപ്പാങ്കാലത്ത് ഒരു 6:30 മണിക്ക് ഈ അമ്പലത്തിൽ വന്ന കാണുന്ന ഒരുപാട് നല്ല കാഴ്ചകളാണ്. ഇനി ഒന്ന് കാത്തിരുന്ന് വൈകുന്നേരം ഒരു 5:30 മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തുകയാണെങ്കിൽ ആ സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് നമ്മൾ ഈ അമ്പലത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വൈകുന്നേരമായി ഇരുട്ടാവുമ്പോൾ ഉള്ള ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ആ ഒരു രീതി ഈ അമ്പലത്തിനെ എത്രമാത്രം മാറ്റിയെടുത്തു എന്നുള്ള വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ശരിക്കും ഇതൊരു മാജിക്കലാണ്. ശരിക്കും ഇവിടെ വെളുപ്പാങ്കാലത്ത് വന്നില്ലെങ്കിലും വൈകുന്നേരത്തെ ഈ ഒരു ലൈറ്റ് ആംബിയൻസിൽ ഇത് കാണാതെ പോകരുത്. കാരണം തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്നുള്ളത് ആ ഒരു ഈവനിങ് സൺസെറ്റ് മുതൽ രാത്രിയുള്ള ആ ഒരു സമയങ്ങളാണ്. അങ്ങനെ രാത്രികാലത്ത് ഒരുപാട് നല്ല കാഴ്ചകളും രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം 2ാം ഗോപുരം വഴി നേരെ തിരിച്ച് പുറത്തേക്ക് നടന്നപ്പോഴും അവിടെ നിന്നായാലും പുറത്തുനിന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ഈ അമ്പലത്തിൻ്റെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇനി നാളെ രാവിലെ എഴുന്നേറ്റിട്ട് തഞ്ചാവൂർ പാലസിലേക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ ആ ഒരു യാത്രയിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു ക്ഷേത്രഗോപുരം പോലെ നല്ല തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് പണ്ടത്തെ ആയുധപ്പുരയായിരുന്നു. തഞ്ചാവൂർ പാലസിൽ വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നതാണ് ഈ ആയുധപ്പുരയുടെ ആ ഒരു തലയെടുപ്പോടുള്ള നിപ്പും ഈ കാണുന്ന ബെൽ ടവറും. 17ാം നൂറ്റാണ്ടിൽ നായിക്ക രാജവംശത്തിലെ അവസാനത്തെ രാജാവ് വിജയരാഘവ നായക് പണി കഴിപ്പിച്ചതാണ് ഈ കാണുന്ന ബെൽ ടവർ. പണ്ടത്തെ ഈ ഒരു കൊട്ടാരം ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ടും ആർട്ട് ഗാലറി ഒക്കെ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരുപാട് ശില്പങ്ങളുടെ ശേഖരം നമുക്കിവിടെ കാണാൻ പറ്റും. കൂടാതെ ഇവിടെ നിന്ന് തന്നെ കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലെ തിമിംഗലത്തിൻ്റെ ഒരു അസ്ഥിക്കുടം അവിടെ വെച്ചിട്ടുള്ളത് കാണാം. ഭയങ്കര വലുപ്പമാണ്. അത് നമുക്ക് ക്യാമറ എന്നറിയില്ല, നമ്മൾ നേരിട്ട് അവിടെ താഴെ നിൽക്കുമ്പോൾ നമുക്കതറിയാൻ പറ്റും. കൂടാതെ ഇവിടെ പണ്ടത്തെ കാലത്തെ ഇവിടുത്തെ ഒരു കൊട്ടാരത്തിൻ്റെയും ഈ അമ്പലത്തിൻ്റെയൊക്കെ പല പല ഫോട്ടോസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. അത് ഒരുപാടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒരുപാട് നേരം കണ്ടു വെക്കാം. അങ്ങനെ ഒരുപാട് പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഈ ഒരു കൊട്ടാരത്തിലുള്ളത്. പക്ഷേ ആ കൊട്ടാരത്തിന് ആ ഒരു പ്രൗഢിയിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ പ്രൗഢി നമുക്കിവിടെ ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ എന്നിരുന്നാലും തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ വലിയൊരു പാലസ് കാണാൻ പോകുന്ന എക്സ്പെക്റ്റേഷനിൽ വരാതെ ഇതൊന്ന് വിസിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ വേറെ ഉണ്ടെങ്കിലും കൂടെ ഞാനിന്ന് ഫോക്കസ് ചെയ്തത് ആ ഒരു അമ്പലത്തിൻ്റെയും ആ ഒരു പാലസിൻ്റെയും ഭാഗം മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ആ ചരിത്രങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ടും രാവിലെയും കാണുന്ന ഒരുപാട് നല്ല ഭംഗിയുള്ള ആ ഒരു അമ്പലത്തിൻ്റെ ആംബിയൻസ് ഒക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനിവിടെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗ് തഞ്ചാവൂരിൽ നിന്ന് 95 കിലോമീറ്റർ മാറി നിൽക്കുന്ന ചെട്ടിനാട് എന്ന് പറഞ്ഞ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറിട്ട കാഴ്ചകൾ തരുന്ന ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ചെട്ടിനാട് വന്നാൽ എന്തൊക്കെ കാണാനുണ്ട്, എവിടെയൊക്കെ പോകാനുണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് ആയിരിക്കും അടുത്ത വ്ളോഗിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.